ഉച്ചയ്ക്ക് ചോറൂണും കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഫോണും പിടിച്ചിരുന്ന തോണ്ടി ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല. ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ 4 മണി. പിള്ളേർ സ്കൂളിൽ നിന്ന് വരാൻ നേരം. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചില്ലെങ്കിലോ അവന്മാരുടെ മുട ഇറക്കിയ സ്വഭാവം കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ എന്നെ ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞ് ദയയിരിക്കണം കുറച്ച് കറുത്ത പഴങ്ങൾ. അല്ല, അതിന് മുമ്പേ ഈ റീല് തോണ്ടിയ വഴിക്ക് ഞാനൊരു പഴം പോണ്ടയുടെ റെസിപ്പി കണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അവൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പഴങ്ങളെല്ലാം കൂടെ എടുത്ത് ബൗളിലേക്ക് ഒരു തട്ടിയിട്ട് ഒരു സ്മാഷറോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട ഒരു സ്പൂണോ കൈ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഗോതമ്പൊടിയോ മൈദ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അയ്യോ മറന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ. പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അതും കൂടെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ മാവ് കുറുകി പോയെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ലൂസാക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്തിലേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് കോരി എടുത്ത് വേറെ സ്പൂണും കൊണ്ട് ഇതുപോലെ തള്ളി അങ്ങോട്ട് നീക്കിയിട്ടാൽ മതി. മുരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ കോരി എടുത്തോളൂ. അങ്ങനെ നമ്മുടെ ഈസി ബോണ്ട റെഡിയായി. പക്ഷേ ഒരു ഡിസ്ക്ലൈമറും കൂടി ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാത്ത കാരണം നമ്മുടെ ആ ചായക്കടയിൽ ഇങ്ങനെ പഴയ നുസ്റ്റു ഉണ്ടമ്പരി ബോണ്ട ഇല്ലേ അതിൻ്റെ എഫക്റ്റ് വരില്ല കേട്ടോ. പക്ഷേ എങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോഴേ അവന്മാർ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പോയി എടുക്കട്ടെ. അല്ലെങ്കിൽ അവന്മാർ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കില്ല. കൂടെ ഒരു ഡയലോഗും അമ്മ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ ഫുഡും തണുത്ത് പോകും. അതേപോലെ ഫോൺ തോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഈസി റെസിപ്പി കിട്ടിയില്ലേ?